സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഫുട്ബോളിൽ ആരാണ് ജേതാക്കൾ? ആരാണ്? ഒരേ ഒരു ഉത്തരം, മലപ്പുറം ജില്ലയാണ്. കോഴിക്കോടിനെ ഷൂട്ട് ഔട്ടിൽ തകർത്താണ് മലപ്പുറത്തിന്റെ ചുണക്കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നത്. മലപ്പുറത്തിന്റെ എമിലിയാനോ മാർട്ടിനസ് തകർത്തല്ലോ, ഞെട്ടിച്ച് കളഞ്ഞല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. ഇന്നലെ ടീമായിട്ട് വർക്ക് ചെയ്ത് അതിനുള്ള കിട്ടി. അതേപോലെ ഒന്നിന് ഡൗൺ ജയിച്ചിക്കാൻ ഇതേപോലെ തിരിച്ചടിച്ച് പെനാൽറ്റി സിമ്പിളായിരുന്നു, വളരെ സിമ്പിളാണ്. ഒരു കോഴിക്കോടും മലപ്പുറം തമ്മിൽ ടൈറ്റ് കളി. രണ്ടാമത്തെ പകുതിയിൽ എത്തിയപ്പോൾ കോഴിക്കോടിന്റെ 7-ാം നമ്പറിന്റെ ഒരു കർവ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഫ്രീ കിക്ക്. അവിടുന്ന് ആരോ പറഞ്ഞു ഇന്നലെ എമിലിയാനോ മാർട്ടിനസ് പോലെ ഒരു സേവ് അത് ഗോളാവൂലെന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ പറന്ന് ബോളിന്റെ മേലേക്ക് വന്നിറങ്ങി. മൊത്തത്തിൽ ഹാപ്പിയാണ്. ഓക്കെ, അപ്പം ഗംഭീരമാവട്ടെ, ഒരുപാട് മുന്നോട്ട് പോകട്ടെ ഏട്ടാ. ഇതേ നമ്മളെ ക്യാപ്റ്റൻ അവിടെ, ക്യാപ്റ്റൻ ഷെയ്ബ് അലി പറയും എന്തൊക്കെയാണ് നമ്മളെ ടീം മേറ്റ്സ്? നല്ല ഒത്തിണക്കത്തോടു കൂടി നിങ്ങൾ കളിച്ചല്ലോ. ഞങ്ങള് നല്ലതായിട്ട് എഫേർട്ട് ഇട്ടു. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നിൽക്കുന്ന സ്ഥലങ്ങളായാലും അതായത് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണെങ്കിലും അങ്ങനെ പല പല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങൾ അതിജീവിച്ച് നന്നായിട്ട് എഫേർട്ട് ഇട്ട് മാച്ചിൽ ഫുൾ എഫേർട്ട് ഇട്ട് എല്ലാവരും, ഒരാളെന്ന് എനിക്ക് എടുത്ത് പറയാൻ കഴിയുന്നില്ല, എല്ലാവരും എഫേർട്ട് ഇട്ടിട്ടാണ് ഇന്ന് വിജയിച്ച് കാണുന്നത്. പരിശീലകൻ ഷബീർ അലി. ഓക്കെ, കൊച്ചെങ്ങനെ ഉണ്ടായിരുന്നു? പിള്ളേർ പൊളിച്ചില്ലേ? നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവർ ചെയ്തു, കൃത്യമായി ചെയ്തു. കാരണം ഇന്നലെ തൊട്ട് ഗെയിം, ഇന്നലെ മിനിഞ്ഞാന്ന് ഗെയിമാണ്, അതും ഈ ടർഫിലാ, ഈ വെയിലത്ത്. അപ്പം അതിനൊക്കെ അവർ നന്നായിട്ട് ഓവർകം ചെയ്തു. കാരണം അവർക്കറിയാം ഈ വിജയം ഇത് മലപ്പുറത്തിനുള്ളതാണ്, അത് അവർ നേടിയെടുത്തു. ഗോൾ അടിച്ച ഒരു മിന്നൽ ഗോൾ അടിച്ച നമ്മുടെ സിനാൻ അവിടെ, സിനാനെ പൊളിച്ചു. സിനാനെ നമ്മൾ അവിടെ നിന്ന് നോക്കിയിട്ട് അവിടെ ഒരു ചെറിയ ഗ്യാപ്പാണ് അവിടെ കിട്ടിയത്. അതിലങ്ങ് കയറി കോഴിക്കോടിനെ തീർത്തു, ഫിനിഷ് ചെയ്തു. സിനാൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു നല്ലൊരു പാസ് ഇട്ടൊന്നാണ് അങ്ങനെ ഒരു ഗോൾ അടിച്ചാൻ പറ്റിയത്. നല്ല ഡിഫൻസിന്റെ കഴിവ്, ത്രൂ പാസ് ആണ്. കിരൺ ഓനാണ് പാസ് ഇട്ടത്. പിന്നെ ടീം എഫോർട്ട് ഇട്ടുകൊണ്ടാണ് അങ്ങനെ ഗോൾ ഇട്ടാനും ജയിക്കാനും കാരണമൊക്കെ ആയത്. പിന്നെ കാലാവസ്ഥ ഭയങ്കര ഇതായിരുന്നു, മാറി മറിഞ്ഞു, വെയിലും മഴയൊക്കെ മലപ്പുറത്തുകാർക്ക് എന്ത് വെയിലും മഴയും. പരിക്ക് മറികടന്നാണ് എന്ത് ചെയ്തത് കിരൺ എന്ന് പെർഫോം ചെയ്തത് ടീമിന് വേണ്ടിയിട്ട്. കാരണം നമ്മളെ ഒട്ടുമിക്ക പ്ലേയേഴ്സിനൊക്കെ ഇഞ്ചേർഡ് ആയിരുന്നു ഈ ടർഫിലൊക്കെ കളിച്ചുകൊണ്ട്. പക്ഷെ അതൊന്നും പ്ലേയേഴ്സ് എന്തില്ല, ഗ്രൗണ്ടിൽ കാണിച്ചിട്ടില്ല. ഈ ജേഴ്സിക്കായിട്ട് അവർ പോരാടി, ഈ മലപ്പുറം ജേഴ്സിക്കായിട്ട് കിരൺ ഗംഭീരം കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് മലപ്പുറത്തുകാർക്ക് എന്ത് മഴ എന്ത് വെയില്, ഫുട്ബോൾ അല്ലേ, മലപ്പുറം അല്ലേ, പൊളിക്കും. സാദിഖ് പാറക്കലിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.